വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 18 നടന്ന നമ്മുടെ CSIR ഫിസിക്സിൻ്റെ എക്സാം കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു CSIRൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലീക്കായി, എക്സാം ക്യാൻസൽ ആവുമോ ഇല്ലയോ, ഇങ്ങനെ പല സംശയങ്ങൾ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ CSIR ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യാത്തിടത്തോളം, അങ്ങനെ ഒരു അലിഗേഷൻ വരാത്തിടത്തോളം എക്സാം ക്യാൻസൽ ആവാൻ യാതൊരു സാധ്യതയുമില്ല. സോ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ആൻസർ കീയും വരും. ഇനി ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ നമ്മുടെ റിസൾട്ടും പബ്ലിഷ് ആവും. ഇനി ഏറ്റവും വേസ്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, എക്സാം കൂടിപ്പോയാൽ ഫ്രീസ് ചെയ്യും, റിസൾട്ട് ഫ്രീസ് ചെയ്യാനേ സാധ്യതയുള്ളൂ. ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വിധി, കോടതിയുടെ വിധി വരുന്നത് വരെ സർട്ടിഫിക്കറ്റുകൾ റിലീസ് ചെയ്യുന്നത് കോടതി തടയും. ഇപ്പോൾ കോടതി തടഞ്ഞാലും നമുക്ക് പാർലമെൻറ്റിലൊക്കെ പോയി നമുക്ക് MP-മാർ വഴിയൊക്കെ ആയിട്ട് സംസാരിച്ച് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഞാൻ JRF പാസ്സായ സമയത്ത് എൻ്റെ തൊട്ട് മുന്നിലത്തെ എക്സാം ഇതുപോലെ 2 ക്വസ്റ്റ്യനിൽ എന്തോ ഒരു പ്രശ്നം വന്ന് 2 ക്വസ്റ്റ്യനിൽ ഇതുപോലെ CSIRൻ്റെ ആൻസർ കീ തെറ്റാണ് എന്ന് വാദിച്ച് ഒരു കുട്ടി ചണ്ഡീഗഡ് ഹൈക്കോടതിയിൽ ഇതുപോലെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചണ്ഡീഗഡ് ഹൈക്കോടതി ആ 2016 നടന്ന എക്സാമും 2017 നടന്ന എക്സാമുകളും രണ്ടും ഫ്രീസ് ചെയ്യുകയും ചെയ്തു. അതായത് 2016 നടന്ന എക്സാമിന് സർട്ടിഫിക്കറ്റുകൾ റിലീസ് ചെയ്യരുതെന്നും അതിനുശേഷം വരുന്ന എക്സാമുകൾക്ക് കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റുകൾ റിലീസ് ചെയ്യാവുള്ളൂ എന്നും കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി. എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ PhDക്ക് ജോയിൻ ചെയ്തു. എനിക്ക് പ്രൊവിഷണൽ അഡ്മിഷനാണ് കിട്ടിയത്. കാരണം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനില്ലാത്തത് കൊണ്ട് ആകെ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തു, JRF ഉണ്ട് എന്ന് പറഞ്ഞ് നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് പേജ് മാത്രമേ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊവിഷണൽ അഡ്മിഷനാണ് കിട്ടിയത്. ഇത്ര മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ആകും എന്നുള്ള അവസ്ഥയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ MP-മാരെയും പോയി കണ്ടു. നമ്മൾ നിവേദനമായിട്ട് പോയി, അവർ പാർലമെൻറ്റിൽ ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ പാർലമെൻറ്റ് പ്രത്യേക ഒരു നിയമനിർമ്മാണം നടത്തി നമുക്ക് സർട്ടിഫിക്കറ്റുകൾ റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാക്കി. സോ അങ്ങനെയാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ റിലീസ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ നിങ്ങളിപ്പം ഇപ്പോഴും CSIR ഫിസിക്സിൻ്റെ കേസ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഏതോ ഒരു പഞ്ചാബി പെൺകുട്ടിയാണ്, പേര് ഞാൻ മറന്നുപോയി, എന്തോ ഒരു കൗർ, ആ പെൺകുട്ടിയാണ് കേസ് ഫയൽ ചെയ്തതും ആ കേസ് ഇപ്പോൾ തോന്നുന്നു വിധിയായി. 2020 വിധിയായത്. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. അപ്പോൾ നിങ്ങൾ കൂടിപ്പോയാൽ നമുക്ക് ഈ തവണയും സംഭവിക്കാൻ പോകുന്നത് എക്സാം ഫ്രീസായാലും റിസൾട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിലീസാവും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റുകളും റിലീസാവും, റിസൾട്ടുകൾ വിടും, സർട്ടിഫിക്കറ്റുകൾ കുറച്ച് കഴിയുമ്പോൾ റിലീസാകുക തന്നെ ചെയ്യും. സോ അതുകൊണ്ട് എക്സാം ക്യാൻസലാകുമെന്നുള്ള ഭീതി ഫിസിക്സുകാർക്ക് വേണ്ട. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാൻ സാധ്യതയില്ല. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന അലിഗേഷനുള്ള സബ്ജക്റ്റുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയുള്ളൂ. സോ എക്സാം ക്യാൻസലാകും, വീണ്ടും എക്സാം എഴുതണം എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൻസർ കീ വന്നിട്ടേ പഠിച്ചു തുടങ്ങൂ, അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിച്ചു തുടങ്ങൂ എന്നൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. നമുക്ക് എക്സാം കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ റിസൾട്ട് എവിടെ ആയിരിക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാനൊന്നും നിൽക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്ക് അടുത്ത എക്സാമിന് ജൂണിൽ തന്നെ അടുത്ത എക്സാമും ഉണ്ടാവും. സോ അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല, അത് ഫിക്സ്ഡ് ആണ്. ഇനി ജൂൺ ഡിസംബർ ആ സൈക്കിൾ പഴയതുപോലെ തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. സോ ജൂണിൽ തന്നെ എക്സാമും ഉണ്ടാവും. സോ പഠിക്കാൻ അധികം സമയമില്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുക. ഉഴപ്പാനും നേരത്തെ എക്സാമിൻ്റെ വിധി എന്താകും എന്നുള്ളത് ആശ്രയിച്ച് ആശങ്കപ്പെടാനും നമുക്ക് സമയമില്ല. സോ അതുകൊണ്ട് പഠിച്ചു തുടങ്ങുക. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ റെഡിയാണ്. ജൂൺ 2026 ബാച്ച്, വിക്ടറി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ ആദ്യം ജോയിൻ ചെയ്യുന്ന 25 പേർക്ക് ഒരു കോഴ്സിൽ 2 അറ്റംപ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ജൂണും ഡിസംബർ അറ്റംപ്റ്റുകളും നമ്മൾ ഈ ഒറ്റ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ജൂണിൽ നെറ്റ് മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ ഡിസംബറിലേക്ക് നിങ്ങൾക്ക് JRFിലേക്ക് നിങ്ങൾക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ജൂണിൽ JRF കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വഴി റിസർച്ചിലേക്കും പോകാം. സോ ഇപ്പോഴും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സ്റ്റിൽ സ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറോടുകൂടി ഈ സമയത്ത് ജോയിൻ ചെയ്യാം. സോ പഠിച്ചു തുടങ്ങുക, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വിജയിക്കാം. താങ്ക്